ചെകുത്താന്റെ പ്രണയം. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തന്റെ നെഞ്ചിലായി പതിക്കുന്ന അവളുടെ ചുടുകണ്ണീർ, പതിയെ കേൾക്കുന്ന തേങ്ങലുകൾ. ആദിയുടെ കൈകൾ അവളിൽ മുറുകി. ഇതിൽ കൂടുതൽ വ്യക്തമായി തനിക്കൊരു മറുപടി നൽകാൻ അവൾക്കാവില്ലെന്ന് ആദിക്കും അറിയാം. തന്റെ കിളിക്കുഞ്ഞിന്റെ മനസ്സാണിത്. ആദിയുടെ ചുണ്ടുകൾ വിടർന്നുപോയി. ഏറെ നേരം കഴിഞ്ഞു അകന്നു മാറാതെ ആ നിൽപ്പ് തുടർന്ന് രണ്ടുപേരും. അവളെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ചോദിച്ചറിയണമെന്ന് തോന്നിയവന് എങ്കിലും മൗനം പാലിച്ചതേയുള്ളൂ. അവളായി പറയട്ടെ എന്ന് കരുതി. പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയോ ആദിക്കില്ലായിരുന്നു. ഒരു കൈ കൊണ്ട് അവളെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് മറുകൈ കൊണ്ട് ഫോൺ എടുത്ത് മീരയുടെ ഒരു ഫോട്ടോയും ഡീറ്റെയിൽസും ഫോണിലെ കോണ്ടാക്റ്റിലേക്ക് മെസ്സേജ് അയച്ചു കൊടുത്തു. ഒരു ചിരിയോടെ തന്നെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് മറുകൈ കൊണ്ടും അവളെ വരിഞ്ഞു മുറുക്കി പുണർന്നവൻ. മീരയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള സ്വിങ്ങിലേക്കായിരുന്നു ആദ്യം. അനുസരണയുള്ള കുഞ്ഞിനെ പോലെ തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയവളെ കാണെ ഉള്ളിലൊരു കടലോളം വാത്സല്യവും അവനിൽ നിറഞ്ഞു. അപ്പു. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ആദ്യമല്ലേ വിളിച്ചതും പതിയെ ഒന്ന് മൂളിയവൻ. ഇഷ്ടായോ ഇവിടെ? ഇവിടെയുള്ളവരെയോ ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയാ? നേരത്തെ ഒരു പരിഭവം ഒളിപ്പിച്ചു വെച്ചുള്ള ചോദ്യം. അത്ര നേരം നെഞ്ചിൽ ചാഞ്ഞിരുന്നവൾ മുഖമൊന്നുയർത്തി അവനെ നോക്കി. എന്നെയാണോ? ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ ചോദിച്ചു. മുഖം കുനിച്ച് അതിനും പതിയൊന്ന് മൂളിയവൾ. ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. ഇങ്ങനെ പാവായളേ, എൻ്റെ അപ്പു കുറച്ച് കഷ്ടപ്പെടും. നേർത്തൊരു ചിരിയോടെ പറയുന്നവനെ കാര്യമൊന്നും മനസ്സിലാവാതെ നോക്കിയവൾ. മനസ്സിലായില്ലേ? ഞാനൊത്തിരി ദേഷ്യക്കാരനാ. പെട്ടെന്ന് ദേഷ്യം വരും, ചീത്ത പറയും. കാര്യമായി തന്നെ പറയുന്നവനെ തെല്ലൊരു കൗതുകത്തോടെ നോക്കി നിന്നവൾ. എന്തോ ഈ ഒരു ജന്മം മുഴുവൻ ഇങ്ങനെ ചേർന്നിരിക്കാൻ തോന്നുന്നു. ഇന്നോളം താൻ കണ്ട ആരെയും പോലെയല്ല ഈ ഒരാൾ. ആദ്യ കാഴ്ചയിൽ തന്നെ അത് മനസ്സിലായതാണ്. ഒരു രാത്രി കൊണ്ട് തന്നിൽ വേരുറച്ച് പോയവൻ. അപ്പു, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നീ? ഇമച്ചിമാതെ മറ്റേതോ ചിന്തയോടെ ഇരിക്കുന്നവളെ നോക്കി ചോദിച്ചു പോയവൻ. നുണക്കുഴി വിടർത്തി ഒരു പുഞ്ചിരിയായിരുന്നു അവനുള്ള മറുപടി. ആദിയുടെ മിഴികൾ കവിളിലെ കുഞ്ഞു ഗർത്തത്തിൽ തന്നെ തറഞ്ഞു നിന്നു. ഇത്ര പാവാവല്ലേ കേട്ടോ. എനിക്കൊന്ന് വഴക്ക് പറയാൻ പോലും തോന്നില്ല നിന്നെ. പെണ്ണിന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുഞ്ഞു മുടിഴകൾ കൈവച്ച് ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ഇക്ലിയോടെ ഒന്ന് കുറുകിപ്പോയവൾ. ആദിയുടെ ചുണ്ടുകൾ വിടർന്നു പോയി. ഈ ഒരുവളിലേക്ക് മാത്രമായി തൻ്റെ ലോകം ചുരുങ്ങിയതുപോലെ ഇമച്ചിമാതാ മുഖത്തേക്ക് നോക്കിയിരുന്നവൻ. പുറകിൽ നിന്ന് ഒരുത്തന്റെ അലർച്ച കേട്ടതും പെണ്ണ് പേടിച്ചുകൊണ്ട് ആദിയുടെ നെഞ്ചിലേക്ക് മുഖമമർത്തി അവൻ ഇറുകെ പിടിച്ചു. കലിപ്പോടെ അജുവിനെ ദഹിപ്പിക്കാൻ ഒരുങ്ങിയവൻ അവന്റെ കിളിക്കുഞ്ഞിന്റെ പ്രവൃത്തിയിൽ നന്ദിയോടെ അജുവിനെ നോക്കി. അജു കണ്ണുമിഴിച്ച് നിൽപ്പാണ്. സാധാരണ അങ്ങനെ അല്ലല്ലോ. പിടഞ്ഞുകൊണ്ട് അകന്നു മാറുകയാണല്ലോ പതിവ്. ഇതിപ്പോ ആദിക്കങ്ങ് സന്തോഷായി. എന്താടാ? കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയവൾ ഒന്നുകൂടി അടക്കി പിടിച്ചുകൊണ്ട് ശാന്തനായി ചോദിക്കുന്നവനെ അജു ഒരു കൗതുകത്തോടെ നോക്കി. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ദേഷ്യം കാണിക്കുന്നവനാണ്. ആ ആളാണ് ഇപ്പോൾ ബുദ്ധിന് പഠിക്കുന്നത്. കാര്യം പറ അജു. മിഴിച്ചു നിൽക്കുന്നവനോടായി ഇത്തിരി കലിപ്പിച്ച് പറഞ്ഞതും അജു തലയൊന്നു കുടഞ്ഞുകൊണ്ട് ആദിയെ നോക്കി. കൊച്ചിനെങ്കിൽ വിട്, താഴെ എല്ലാവരും തിരക്കുന്നുണ്ട്. അജു ബോധം വന്ന പോലെ പറഞ്ഞതും മീര വേഗം മുഖമുയർത്തി നോക്കി. പതിയെ ആദിയിൽ നിന്ന് അകന്നു മാറാൻ ഒരുങ്ങിയതും പോയതിലും വേഗത്തിൽ അവനെ നെഞ്ചിലേക്ക് തന്നെ വീണവൾ. കണ്ണു മിഴിച്ച് അവനെ നോക്കുമ്പോഴേക്കും ഇരു കവിളിലുമായി അമർത്തി ചുംബിച്ചവൻ. ഇനി ചെല്ല്. നെറുകിൽ കൂടി ചുണ്ടി ചേർത്തുകൊണ്ട് ആദി പറഞ്ഞതും വിടർന്ന മിഴികളോടെ തലയാട്ടി കാണിച്ചുകൊണ്ട് അവൾ വാ തുറന്നു നിൽക്കുന്ന അജുവിന്റെ അരിയിലേക്ക് ചെന്നു. ഏട്ടന് എന്തു പറ്റിയതാ? അജുവിനെ നിൽപ്പ് കണ്ടതും തെല്ലൊരു ഭയത്തോടെ ആദിയോടായി പതിയെ ചോദിച്ചവൾ. എത്രയൊക്കെ പിടിച്ചു നിർത്തിയിട്ടും ആദി ഉറക്കെ ചിരിച്ചു പോയിരുന്നു. ഏതോ ലോകത്തെന്ന പോലെ മിഴിച്ചിരുന്ന അജു അരികിൽ നിൽക്കുന്നവളുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ പുഞ്ചിരിച്ചു പോയി. എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ കൊച്ചിനോടാ അവൻ്റെ. മീരയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നതിനൊപ്പം തന്നെ ആദിയെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞവൻ. അത്ര നേരം ചിരിയോടെ നിന്നവന്റെ മുഖമൊന്ന് വീർത്തു. അടുത്ത നിമിഷം മീര അജുവിൽ നിന്ന് വലിച്ച് സ്വന്തം നെഞ്ചിലേക്ക് ഇട്ടവൻ. ഇവളെ എന്റെയാ, വാശിയോടെ പറയുന്നവൻ. അജു മീരയെ അത്ഭുതത്തോടെ ആദിയെ നോക്കി. അതിന് ഇതേ എന്റെ അനിയത്തിയാ, എന്റെ കുഞ്ഞുമണി. അടുത്ത നിമിഷം ആദിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് മീരയെ വീണ്ടും തന്നിലേക്ക് വലിച്ചവൻ. രണ്ടുപേരെയും മാറി മാറി നോയിക്കൊണ്ട് അവളും. മീരമോളും ആദ്യം തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേ എടുത്തി? സുധാമ കാര്യമായി തന്നെ പറഞ്ഞുകൊണ്ട് സീതാമ്മയെ നോക്കി. ആദ്യം നീ പറഞ്ഞത് ശരിയാ. ചെറിയമ്മയെ അനുകൂലിച്ച് പറഞ്ഞതും സീതാമ്മയുടെ മിഴികളുമൊന്ന് തിളങ്ങി. തനിക്കരികിൽ വന്നിരുന്നവൻ ഇമച്ചിമാ നോക്കുന്ന മീരയുടെ മുഖമായിരുന്നു സീതാമ്മയുടെ മനസ്സിലും. പക്ഷെ എന്തോർത്ത പോലെ ആ മുഖമൊന്ന് മങ്ങി. ഏടത്തി എന്തോന്നും മിണ്ടാത്തേ?
സുധാമ വീണ്ടും ചോദിച്ചും വാടിയൊരു പുഞ്ചിരിയായിരുന്നു സീതാമ്മയിൽ. കാണുമ്പോഴുള്ള ചേർച്ചയല്ലേ ഉള്ളൂ സുധേ. ഒരു പനനീർ പൂ പോലെയാണ് മീരമോള്. പക്ഷെ ആദ്യം തൊട്ടതിനും പിടിച്ചതിനെല്ലാം ദേഷ്യം. എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയല്ലേ സീതേച്ചി. ഏതോ ഓർമ്മയിൽ ചെറിയമ്മ പറഞ്ഞു. മൂവരുടെയും ഉള്ളും നൊന്തു. അന്ന് നടന്ന സംഭവത്തിൽ ആദിയുടെ നിരപരാധിത്വ അജു വഴി എല്ലാവരും അറിഞ്ഞതാണ്. എല്ലാം അറിഞ്ഞതും ആദ്യം അവിശ്വസിച്ച പോലെ സങ്കടവും കുറ്റബോധവും ഒരുപോലെയുണ്ട്. പക്ഷെ മാപ്പ് ചോദിച്ചു പോലും അവന്റെ മുമ്പിൽ ചെല്ലരുതെന്ന് അജു തന്നെ അവർ വിലക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു വാക്ക് പോലും ചോദിക്കാനുള്ള അർഹത ആർക്കുമില്ലെന്ന് അവർക്കെല്ലാം അറിയാം. അത്രയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവനെ. എനിക്ക് എന്തായാലും മീരമോളെ നമ്മുടെ കുട്ടിയായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കും അതേ ചേച്ചി. ആ കേസ് അവസാനിക്കുന്നതിന് മുമ്പ് ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ആദ്യം മാത്രമല്ലല്ലോ, അജു പിന്നെ അവളെ പെങ്ങളായിട്ട് ഏറ്റെടുത്തു. ഇനിയുണ്ടല്ലോ ആളുകൾ, നമുക്ക് നോക്കാം. സുധാമ പറഞ്ഞു നിർത്തിയതും ബാക്കി രണ്ടുപേരും അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി. രാത്രി ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞതും മീര റൂമിലേക്ക് വന്നു. തനിച്ച് കിടക്കാൻ ഇപ്പോൾ പേടിയൊന്നുമില്ല. നിറയെ ആളുകളുള്ള വീടല്ലേ, അതിൻ്റെ സുരക്ഷിതത്വമുണ്ട് ഉള്ളിൽ. ഒപ്പം ഇന്ന് മറ്റൊന്നിനെക്കുറിച്ചും ഭയം തോന്നാത്ത വിധം ഉള്ളിലൊരു മുഖമുണ്ട്. ആ ആളിൽ മാത്രം കുടുങ്ങി നിൽക്കുന്ന മനസ്സിന്ന് മറ്റെല്ലാം മറന്ന പോലെയാണ്. വാർഡ്രോബിൽ നിന്നൊരു ടോപ്പും പാൻറ്റും എടുത്ത് വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും ബെഡിൽ ഫോണിൽ എന്തോ നോക്കി കിടക്കുന്നവനെ കാണെ പെണ്ണിന്റെ കണ്ണുകളൊന്നും വിഴിഞ്ഞു. ലോക്ക് ചെയ്ത വാതിലിലേക്കും ബെഡിൽ കിടക്കുന്നവനിലേക്കുമായി മാറി മാറി നോക്കിയവൾ. ഞാൻ എടുത്തോണ്ട് വരണോ നിന്നെ? ബെഡിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കുറുമ്പോട് ചോദിക്കുന്നവനെ തെല്ലൊരു കൗതുകത്തോടെ നോക്കിയവൾ. വേണോ പൂ? ആദ്യേട്ടൻ എടുക്കണോ? പൊരികമൊന്ന് പൊക്കി വീണ്ടും കള്ളച്ചിരിയോടെ ചോദിക്കുന്നവനരികിലേക്ക് വേഗം തന്നെ ചെന്നവൾ. പെണ്ണടുത്തെത്തിയതും ഒരു കൈയാൽ വലിച്ച് അവളെ ബെഡിലേക്ക് ഇട്ടവൻ. പിടഞ്ഞുകൊണ്ട് അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവൾക്ക് മുകളിലായി സ്ഥാനം പിടിച്ചുകൊണ്ട് അവനും. മീരയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. ഉള്ളിലൊരാളൽ പോലെ, വാനിലൊരു തൂവലായി ഉയർന്നതുപോലെ. കുറച്ചു നേരം മുമ്പ് ആ നെഞ്ചോരം ചേർന്ന് നിന്നിട്ടും തോന്നാത്തൊരു പിടച്ചിൽ. എൻ്റെ അപ്പൂല്ലേ? നേർത്തൊരു പുഞ്ചിരിയോടെ പറയുന്നവൻ. ഇമകൾ ചിമാത കണ്ണിലെ തിളക്കത്തിലേക്ക് നോക്കി നിന്നു പോയവൾ. ആരേലും വരും? വന്നോട്ടെ. ഭയത്തോടെ പറയുന്നവൾക്കായി കുറുമ്പ് നിറഞ്ഞൊരു മറുപടിയായിരുന്നു അവന്. അവര് കാണില്ലേ? കണ്ടോട്ടേന്നേ. മോശല്ലേ? എന്തു മോശം? എൻ്റെ വീട്, ഇതെൻ്റെ പാവം ഭാര്യ. അതാർക്കും അറിയില്ലല്ലോ. ആരാ പറയാൻ സമ്മതിക്കാത്ത? ഇത്തവണ പെണ്ണിന് ഉത്തരവുണ്ടായിരുന്നില്ല. ചോദ്യം ആദ്യം ഒന്ന് ചിരിച്ചു. ഇനി എൻ്റെ അപ്പൂവിൻ്റെ സമ്മതം ഞാൻ ചോദിക്കില്ല കേട്ടോ. എല്ലാവരോടും പറയും. എനിക്ക് എൻ്റെ കിളിക്കുഞ്ഞിനെങ്ങനെ പാത്തും പതുങ്ങിയൊന്നും സ്നേഹിക്കാൻ വയ്യ. ആദ്യം പറഞ്ഞു നിർത്തിയതും വിടർന്ന മിഴികളോട് അവനെ നോക്കിയവൾ. അടുത്ത നിമിഷം എന്തോർത്ത പോലെ ആ മുഖമൊന്ന് വാടി. എന്തുപറ്റി? ദേഷ്യാവില്ല എല്ലാവർക്കും? ആദി ചോദിച്ചതും പതിയെ പറഞ്ഞവൾ. പെണ്ണിന്റെ ആ ഭാവത്തിൽ ചുണ്ടോരം വന്നെത്തിയ പുഞ്ചിരി ഒതുക്കി നിർത്തിക്കൊണ്ട് അവളെ ഇമ്മച്ചിമാതെ നോക്കിയവൻ. അതുകൊണ്ടാണോ എന്നെ പറയാൻ അനുവദിക്കാത്തെ? എൻ്റെ കിളിക്കുഞ്ഞിനോട് ആരൊരു ദേഷ്യവും കാണിക്കില്ല, പോരെ? പെണ്ണിന്റെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞവൻ. വിശ്വാസമില്ല എന്നെ? അപ്പോൾ വേറൊന്നും എൻ്റെ അപ്പം ആലോചിക്കണ്ട. എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും വിടർന്ന മിഴികളോട് ആ കുഞ്ഞു കണ്ണുകളിലേക്ക് നോക്കിയവൾ. എന്തേ? എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലേ? മേലെ ഒരു ചോദ്യം. ഉത്തരം എന്താവുമെന്ന് അറിഞ്ഞിട്ടും അത് അവനായി തന്നെ പറഞ്ഞു കേൾക്കണമെന്നൊരു മോഹമായിരുന്നു അവളിൽ. ഇഷ്ടമാണെന്നല്ല അപ്പു, ജീവന. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ തോന്നാത്തൊരിഷ്ടം. പതിയെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി അവൻ ബെഡിലേക്ക് ഇടുന്നതും നീട്ടിവെച്ച കൈത്തണ്ടയിലേക്ക് തലവെച്ച് ആ നെഞ്ചിലേക്കായി മുഖം അമർത്തിയവൾ. എനിക്ക് ആരും ഇല്ല കേട്ടോ. ഈ താലിയും ഇയാളും അല്ലാതെ വേറെ ആരും വേണ്ട അപ്പു. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി. ഉള്ളു വിങ്ങുന്ന പ്രണയത്തോടെ മറുകയാൽ അവളുടെ നെറുകയിൽ തഴുകിയവൻ. തൻ്റെ ചൂടിൽ മയങ്ങിപ്പോയവളെ കാണെ ആദിയുടെ മിഴികളൊന്ന് വിടർന്നു. ഏറെ നേരം ഓരോന്നും പറഞ്ഞു ചോദിച്ചും എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോയതാണ്. ചുണ്ടുകൾ അല്പം വിടർത്തി നിറയെ പീലികളുള്ള മിഴികൾ കൂമ്പി അടച്ച് കിടക്കുന്നവൾ. ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിയവന് വെറുതെ ഈ ജന്മം മുഴുവൻ അത് മാത്രം മതിയെന്ന് തോന്നുന്നു. അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു ആദിക്ക്. വാക്കുകൾ പിശുക്കി മാത്രം ഉപയോഗിക്കുന്ന താൻ ഈ ഒരുവൾക്ക് മുമ്പിൽ മാത്രം വാചാലനാവുന്നതിൽ ഒരുപാട് സംസാരിക്കാൻ തോന്നുന്നു. അതും താൻ പറയുന്നത് കേൾക്കുമ്പോൾ വിടരുന്ന അവളുടെ മിഴികൾ കാണാൻ വേണ്ടി മാത്രം. ശരിക്കും കള്ളവും ചതിയും ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണാണ്. ശബ്ദമുയർത്തിയൊന്ന് സംസാരിക്കാൻ പോലും അവൾക്കാവില്ല. നിന്റെ ഈ സ്വഭാവം തന്നെയാണ് അപ്പു എന്നെ ഇത്രയും നിന്നിൽ തളച്ചിട്ട് പോയത്. മെള്ളിയൊന്നും ഒഴിഞ്ഞുകൊണ്ടവൻ അവളുടെ നെറുകയിൽ മുകർന്നു.
അവളെ നോക്കിയിരിക്കെ എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു പോയതും ഉറക്കത്തിൽ പെണ്ണൊന്ന് ഞെട്ടുന്നതും ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടെന്തോ പറയുന്നതും ആദി അറിഞ്ഞു. മിഴികൾ വലിച്ച് തുറന്നവൻ. അമ്മയൊന്നും ചെയ്യില്ലേ? മുഖമടുപ്പിച്ചുകൊണ്ട് അവൾ പറയുന്നത് കാതോർത്തതും ആദിയുടെ മിഴികളൊന്ന് കുറുകി. അതേ നിമിഷം അജു പറഞ്ഞ കാര്യങ്ങളാണ് അവന് ഓർമ്മ വന്നത്. അമ്മയുടെ മരണം നേരിൽ കണ്ട നിമിഷം മുതലാണ് അവൾ ഇത്രയും ഒതുങ്ങിപ്പോയതെന്ന്, എല്ലാത്തിനെയും എല്ലാവരെയും ഭയന്ന് തുടങ്ങിയതെന്ന്. കൈക്കുള്ളിൽ ഒതുങ്ങി അവളുടെ കുഞ്ഞുടൽ വിറക്കുന്നതും ഭയത്തോടെ കൈകൾ തന്നിൽ മുറുകുന്നതും അവൻ അറിഞ്ഞു. അടുത്ത നിമിഷം ആദ്യം അവളൊന്ന് ഉയർത്തിയെടുത്ത് തൻ്റെ ദേഹത്തേക്കായി കിടത്തിക്കൊണ്ട് ആ കുഞ്ഞുമുഖം കഴുത്തിനുള്ളിലേക്ക് അമർത്തി വെച്ചു. അപ്പു, പതിയെ ശ്വാസം പോലെ ആ കാതിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവളുടെ കൈകൾ തന്നെ പുണരുന്നതും ചുണ്ടുകളിൽ നേർത്തൊരു പുഞ്ചിരി വിരിയുന്നതും അവനൊരു കൗതുകത്തോടെ കണ്ടറിഞ്ഞു. മയക്കത്തിലും തൻ്റെ ശബ്ദം അവൾ അറിയുന്നുണ്ടെന്ന് തോന്നിയവന് സങ്കടമോ സന്തോഷമോ, ചെറുപ്പത്തിൽ നേരിട്ട ദുരന്തം ഇന്നും അതേ അളവിൽ അവളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. ഒരുപക്ഷെ അതിലും തീവ്രതയോടെ തന്നെ വേദന തോന്നിയവന് അവൾ ഇത്രമേൽ ഒതുങ്ങിപ്പോവാനുള്ള മൂലകാരണം ആ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് ഉറപ്പാണ്. കിതപ്പോടെ ഉയർന്നുപോയ മീരയുടെ ശ്വാസഗതി സാധാരണ അവസ്ഥയിൽ എത്തിയത് കഴുത്തിൽ പതിക്കുന്ന അവളുടെ ചുടുനിശ്വാസത്തിൽ അവൻ അറിഞ്ഞു. ഞാനില്ലേ നിനക്ക്, എൻ്റെ അപ്പൂന് ആരും ഒന്നും ചെയ്യില്ല. മെല്ലെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അവൾ അടക്കി പിടിച്ചു കിടന്നവൻ. ആദി വിളിക്കും പോലെ ഒരു കിളിക്കുഞ്ഞിനെ പോലെ അവൻ്റെ ചൂട് പറ്റിക്കൊണ്ട് അവളും. നേരം പുലർന്നവും പതിവ് പോലെ മിഴികൾ ചിമ്മി തുറന്നവൾ. മുന്നിൽ കാണുന്ന കഴുത്തിലെ സ്വർണ്ണച്ചെയിനിലേക്കാണ് കണ്ണുകൾ ആദ്യം ചെന്ന് നിന്നത്. കഴിഞ്ഞുപോയ രാത്രി ഓർമ്മകളിലേക്ക് വന്നതും മീരയുടെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. ആ ശരീരത്തോട് അത്രയും ചുറ്റി വരിഞ്ഞ് ചേർത്തതാണ് തന്നെ. തൻ്റെ ശരീരത്തിൻ്റെ പകുതിയും ആ ഉടലിന് മുകളിലാണ്. ആ കഴുത്തിൽ അമർന്നിരിക്കുകയാണ് തൻ്റെ മുഖം. അല്പം മാത്രം നീളമുള്ള താടിയിഴകൾ തൻ്റെ കവിളിനെ കിളിപ്പെടുത്തിക്കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. പെണ്ണിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നുപോയി. അപ്പൂൻ്റെയാണോ? പതിയെ ചോദിച്ചുകൊണ്ട് അകന്നു മാറാൻ ആഗ്രഹിക്കാതെ അവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നവൾ. മിഴികളടച്ച് വെറുതെ കിടന്ന ആദിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിടർന്നു. പെണ്ണുണർന്നപ്പോഴേ അവൻ്റെ ഉറക്കവും നഷ്ടമായിരുന്നു. എന്നിട്ടും കണ്ണു തുറക്കാതെ കിടന്നത് അവളുടെ റിയാക്ഷൻ എന്താവുമെന്നറിയാൻ വേണ്ടി മാത്രമാണ്. പിടഞ്ഞു മാറുമെന്നും അകലാൻ ശ്രമിക്കുമെന്നൊക്കെ കരുതി ആദ്യം ഞെട്ടിച്ചുകൊണ്ട് കള്ളിപ്പെണ്ണ് അവനിലേക്ക് ചേർന്ന് കിടക്കുകയാണ്. അപ്പൂൻ്റെ മാത്രമാണ് കേട്ടോ. കുറുമ്പോടെ മുഖം കുനിച്ചുകൊണ്ട് അവിടെ കാതിലായി അവൻ മന്ത്രിച്ചതും താൻ ചോദിച്ചവൻ കേട്ടു എന്നുള്ള ചമ്മലിൽ മിഴികളിറുകെ അടച്ചു കളഞ്ഞവൾ. ആദ്യം ഉറക്കെ ചിരിച്ചു പോയിരുന്ന ആ നിമിഷം അവൻ ചിരിക്കുന്ന കേട്ടതും വിടർന്ന മിഴികളോടെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. ചിരിച്ച് ചുവന്നു പോയ മുഖം ഒത്തിരി ഇഷ്ടം തോന്നിപ്പോയി അവൾക്ക്. ഉള്ളിലെ സന്തോഷത്തിന് മുഴുവനും ഈ ഒരു മുഖം മാത്രമാണെന്ന് തോന്നി. ഇമകൾ ചിമാതെയുള്ള അവളുടെ നോട്ടം ആദിയുടെ ചിരിയും മാഞ്ഞു. മുഖം കുനിച്ച് ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചവൻ. ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയവൾ. എനിക്കത്ര കൺട്രോളൊന്നുമില്ല അപ്പൂ. പിന്നെ നീ എൻ്റെ മാത്രമാണെന്ന് എനിക്കറിയാം. സോ ഇങ്ങനെയൊക്കെ നോക്കിയാലേ എൻ്റെ അപ്പൂനെ ഞാൻ ഒത്തിരി അങ്ങ് സ്നേഹിക്കും. ഒത്തിരി സ്നേഹിക്കും. രണ്ടുപേരും തളർന്ന് വീഴുവോളം. ശ്വാസത്തിൽ കുതിർന്നു പോയ വാക്കുകൾ ചുവന്നുപോയ മുഖത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നവൾ. എത്ര പുണർന്നിട്ടും മതിവരാതെ ആദിയും. അധിക നേരം അങ്ങനെ കിടക്കാതെ വേഗം എഴുന്നേറ്റു ആദി. എല്ലാവരും ഉണർന്നു വരുമ്പോൾ വെറുതെ ഒരു സീനുണ്ടാക്കേണ്ടെന്ന് തോന്നിയവന് പോകുന്നതിന് മുമ്പ് അവൾ ഇറുകെ പുണർന്ന് മുഖമാകെ ചുണ്ട് ചേർത്ത് ചുംബിച്ചവൻ. ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം അപ്പൂ, വരാൻ ഈവനിങ് ആവും. കേട്ടപ്പോഴേ ആ മുഖം വാടിപ്പോയിരുന്നു. ആദിക്ക് ശരിക്കും ചിരി വന്നു. ഇത്രയും പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കാത്തവളാണ് തന്നെ വിട്ട് 2 വർഷം ജീവിച്ചെന്ന് ഓർക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? അതേസമയം അവനിൽ അജു പറഞ്ഞത് ഓർമ്മ വന്നു. ഈ സ്നേഹവും അടുപ്പവും കാണുമ്പോൾ ഒന്ന് ഉറപ്പാണ് അവളായി തന്നെ വിട്ടുപോയതില്ലെന്ന്. മറ്റെന്തോ ഒന്ന് തങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന്. സങ്കടപ്പെടല്ലേ, ഞാൻ പെട്ടെന്ന് വരും. എൻ്റെ കിളിക്കുഞ്ഞിനെ കാണാതിരിക്കാൻ എനിക്കും വയ്യാന്നേ. നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ടാൻ പതിയെ പറഞ്ഞതും ഒന്ന് ഉയർന്നുകൊണ്ട് അവൾ ആ മുഖമാകെ ചുണ്ടി ചേർത്തു. പകച്ചു പോയിരുന്നു ആദി. അവളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തി. ആവോളം ഉമ്മയങ്ങോട്ട് കൊടുത്തിട്ടും തിരിച്ചൊരെണ്ണം പോലും കിട്ടാനുള്ള സാധ്യതയില്ലെന്ന് കരുതിയിരുന്നവനാണ്. എൻ്റെ കള്ളിപ്പെണ്ണേ, നെറുകയിൽ ചുംബിച്ചുകൊണ്ടാൻ വിളിച്ചതും കരഞ്ഞു കലങ്ങിയ മുഖമൊന്നുയർത്തി നോക്കിയവൾ. ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്ന ആദി. എന്താടാ, എന്തിനാ കണ്ണുനിറക്കുന്നേ? വെപ്രാളത്തോടെ ചോദിക്കുന്നവനെ ഇമച്ചിമാതെ നോക്കിയവൾ. പറയപ്പൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ജീവനേക്കാളും. അപ്പയും അമ്മയും എല്ലാവരേക്കാളും. അവരൊക്കെ തനിച്ച് വിട്ടിട്ട് പോയതാ.
അതുപോലെ എന്നെ ഇട്ടിട്ട് പോവരുത്. ഞാൻ മരിച്ചു പോവും. അത്രയും നേർത്തൊരു ശബ്ദത്തിൽ പറയുന്നവൾ ആദിക്ക് ചിരിക്കാനും കരയാനും ഒരുപോലെ തോന്നി. എന്നിട്ടാണോ ഇത്രയും എന്നെ സ്നേഹിച്ചിട്ടാണോ അന്ന് പറയാതെ പോയത്? മറുത്തൊരു ചോദ്യം. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ആദിക്കറിയേണ്ടത് അത് മാത്രമായിരുന്നു. ഒരു ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കിയവൾ. ഈ നേരം അത്രയും മറന്നുപോയ കാര്യം, ഈ ഒരുവനിൽ മാത്രം ഒതുങ്ങിപ്പോയപ്പോൾ വിസ്മരിച്ചു പോയൊരു കാര്യം. അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിന്നവൻ അറിഞ്ഞിരുന്നു തൻ്റെ ചോദ്യം അവളിൽ തീർത്ത ഞെട്ടലും ഭയവുമെല്ലാം. മിഴികളിലേക്ക് ഉറ്റുനോക്കി ചോദിക്കുന്നവനെ കാണെ എന്ത് മറുപടി നൽകണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു മീര. ഒരുപക്ഷെ അപ്പുവിനറിയുന്ന ആദ്യേട്ടൻ തീർത്തും ഒരു പാവമാണെന്ന് കരുതിയാവും ഒന്നും പറയാൻ അവൾ കഴിയാതെ പോകുന്നത്. അതവനും തോന്നിയിരുന്നു. തനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയമാണ് അവളിൽ. അത്രയും അവൾ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അവളെ ഭയപ്പെടുത്തുന്ന ആരോ ഉണ്ട് പിന്നിലെന്ന് ആദ്യം ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.